ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കമലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ആശുപത്രി പ്രശ്നമുണ്ടായതുമെല്ലാം വാർത്തയിൽ കണ്ട് ഞങ്ങൾ ആകെ വിഷമിച്ചു. സത്യം പറഞ്ഞ ഞാൻ കമലയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. ഇതിനൊക്കെ എങ്ങനെയാ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗോകുലാണ് വേണ്ട സഹായമൊക്കെ ചെയ്തു തന്നതെന്ന് സച്ചി പറഞ്ഞു. എന്റെ മനസ്സിലിപ്പോ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ ശോഭനയ്ക്ക്? അന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ വീഴാൻ പോയപ്പോ ശോഭന എന്നെ താങ്ങിയില്ലേ? അത് വെറുതെ അല്ല, ദൈവം ചെയ്യിപ്പിച്ചത്. എനിക്കും കുടുംബത്തിന് ഇങ്ങനൊരു അവസ്ഥ വരുമെന്നും അന്ന് താങ്ങായും തണലായും ശോഭനയും മോനും ഉണ്ടാകുമെന്നും അന്നേ ദൈവം തീരുമാനിച്ചിരിക്കും. അല്ലാതെ ഇപ്പൊ ഇതിനൊക്കെ എന്താ പറയുക? അത് ശരിയാണെന്ന് ഇപ്പൊ എനിക്കും തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഗോകുല വക്കീല കൊച്ചിനെ ഇവിടെ വിളിച്ചു വരുത്തി എന്തൊക്കെയോ ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു. സച്ചിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. ശോഭനയും മോനെയും നേരിട്ട് കണ്ട് നന്ദി പറയും. കമലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ മാത്രമല്ല കേട്ടോ, എന്റെ മരുമോള് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ടിവിയിൽ കമലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ അവൾക്ക് ആകെ സങ്കടായി. ഇന്നലെ ശിവരാത്രി ആയിരുന്നല്ലോ. രാത്രി പൂജാമുറി പ്രാർത്ഥിക്കുമ്പോ അവള് കമലയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. എന്റെ ദൈവമേ, ആരുമില്ലാത്ത എനിക്ക് വേണ്ടി ആ മോളും പ്രാർത്ഥിച്ചോ? വെറുതെ അല്ല എനിക്ക് ഇത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടിയത്. എല്ലാരും പറഞ്ഞു കേട്ടത് എനിക്കിന്ന് ജാമ്യം കിട്ടത്തില്ലെന്നാ. ജഡ്ജി വിധി പറയുന്നത് വരെ സത്യം പറഞ്ഞ ശോഭന എന്റെ നെഞ്ചിടിക്കുകയായിരുന്നു. ഇതുപോലെയുള്ള മക്കള് പ്രാർത്ഥിക്കുമ്പോ ഏത് ജഡ്ജിയുടെ മനസ്സിലെ അലിവ് തോന്നാതിരിക്കുന്നത്? ഇതുപോലുള്ളൊരു മരുമോളെ കിട്ടിയത് ശോഭനയുടെ ഭാഗ്യ. അല്ല, എന്നിട്ട് ആളെവിടെ? ഇവിടെയുണ്ട്, ജോലിയിലാ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് മോളോടൊന്ന് പറഞ്ഞേക്കണേ. ആ കുഞ്ഞിനെ എന്റെ സ്വന്തം മോളായിട്ട് ഇപ്പൊ മനസ്സിൽ തോന്നുവാ. ഞാൻ വരുമ്പോ എനിക്ക് മോളെയും കാണണം. അവൾ എന്നോട് കമലയെ കുറിച്ച് എന്താ പറഞ്ഞെന്നോ? എന്നെ പോലെ തന്നെ ഒരു അമ്മയല്ലേ അതൊന്ന്. ഒരു പാവ കമല അവള്. ഇപ്പോ എന്റെ മോളുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ അവളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേന്. എനിക്ക് ആ മോളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നുക. വെച്ചേക്കട്ടെ, പിന്നെ വിളിക്കാട്ടോ. ശരി കമലേ. എന്താ ഇത് മോൾക്ക് കമല തന്നതാ. മോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്. അവരങ്ങനെ പറഞ്ഞില്ലല്ലോ. കമലയുടെ മനസ്സെനിക്ക് മനസ്സിലാവും.